യേശുവിൻ്റെ ഈ വരവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിരവധിയായ അനുഗ്രഹങ്ങളും വരദാനങ്ങളും നൽകി നമ്മുടെ ജീവിതത്തെ കൂടുതൽ സമ്പന്നമാക്കട്ടെ, ഐശ്വര്യമാക്കട്ടെ. അതാണ് നമ്മുടെ പ്രാർത്ഥനയും ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹവും. 1991 മാർക്ക് ലൗഡി അതിശ്രദ്ധേയമായ ഒരു ഗാനം രചിച്ച് അതിന് സംഗീതം നൽകി പ്രസിദ്ധീകരിച്ചിരുന്നു. സ്റ്റിൽ ദ ഗ്രേറ്റസ്റ്റ് സ്റ്റോറി എവർ ടോൾഡ്, പറഞ്ഞ കഥകളിൽ ഇന്നും മഹത്തരം എന്ന ഒരു ആൽബമിൽ വന്ന ഈ ഒരു ഗാനം വളരെയേറെ ശ്രദ്ധ പിടിച്ചുപറ്റി. അതിൻ്റെ വരികൾ ഇപ്രകാരമാണ്: മേരി, ഡിഡ് യു നോ that your baby boy will one day walk on water? മേരി, നീ അറിഞ്ഞിരുന്നുവോ നിൻ്റെ കൊച്ചുമകൻ ഒരിക്കൽ വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ നടക്കുമെന്ന്? Did you know that your baby boy will save our sons and daughters? മേരി, നീ അറിഞ്ഞിരുന്നുവോ നിൻ്റെ ഈ അരുമ മകൻ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കുമെന്ന്? Did you know that your baby boy has come to make you new? മേരി, നീ അറിഞ്ഞിരുന്നുവോ നിൻ്റെ ഈ പൊന്നോമന മകൻ നിന്നെ രക്ഷിക്കുവാനാണ്, നിന്നെ പുനരുദ്ധരിക്കുവാനാണ് വന്നിട്ടുള്ളതെന്ന്? This child that you have delivered will soon deliver you. നീ പ്രസവിച്ച ഈ ദിവ്യപുത്രൻ നിന്നെ രക്ഷിക്കുമെന്ന് നിനക്കറിയാമായിരുന്നു. അതിൻ്റെ അവസാനത്തെ വരികൾ ശ്രദ്ധേയമാണ്. മേരി, ഡിഡ് യു നോ ദാറ്റ് യുവർ ബേബി ബോയ് ഈസ് ദ ലോർഡ് ഓഫ് ഓൾ ക്രിയേഷൻ? മേരി, നീ അറിഞ്ഞിരുന്നുവോ നിൻ്റെ ഈ അരുമ മകൻ ഈ സൃഷ്ടികളുടെ എല്ലാത്തിൻ്റെയും നാഥനാണെന്ന്? Did you know that your baby boy will one day rule the nations? മേരി, നീ അറിഞ്ഞിരുന്നുവോ നിൻ്റെ ഈ പൊന്നോമന പുത്രൻ ഈ രാഷ്ട്രങ്ങളുടെ എല്ലാം അധിപനാകുമെന്ന്? Did you know that your baby boy is heaven's perfect lamb? നീ അറിഞ്ഞിരുന്നുവോ സ്വർഗത്തിൻ്റെ ഏറ്റവും പൂർണ്ണനായ കുഞ്ഞാട് നിൻ്റെ മകനാണെന്ന്? This sleeping child you are holding is the great I am. നീ ഈ കൈകളിൽ താങ്ങുന്ന ഈ ഉറങ്ങിക്കിടക്കുന്ന പൊന്നോമന മകനുണ്ടല്ലോ, അവൻ ഏറ്റവും വലിയ മഹോന്നതനാണെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നു. എത്ര മനോഹരമായ ഗീതകം! പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ആ അമ്മയുടെ ഓർമ്മകളിൽ ആ പൊന്നോമന മകൻ്റെ ധന്യതയിൽ നമ്മുടെ ഹൃദയങ്ങൾ നിറയുമ്പോൾ ആ കുഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിഗത ജീവിതത്തിലേക്കും മനസ്സുകളിലേക്കും കൊണ്ടുവന്നു തരുന്ന ആ സ്വാധീനം എത്രയോ വലുതാണ്, മഹത്തരമാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ മംഗളവാർത്തയെപ്പറ്റി പറയുന്ന ആ ഭാഗത്ത് 1-ാം അധ്യായം 32-ാം വാക്യം മുതൽ നാം കാണുക: നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവൻ ആയിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അങ്ങനെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിൻ്റെ മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന്
അവസാനമുണ്ടാവുകയില്ല. ഇതാണ് മംഗളവാർത്ത അവസരത്തിൽ മാലാഖ മറിയത്തോട് പറഞ്ഞത്. ഒരുപക്ഷെ അതിൻ്റെ ആന്തരികാർത്ഥമെല്ലാം അവളിങ്ങനെ ധ്യാനിച്ച് ഉള്ളിൽ സംഗ്രഹിച്ചു കാണും. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 69-ാം വാക്യത്തിൽ നാം വായിക്കുക, സഖറിയായുടെ പ്രവചന ഗീതത്തിൽ, അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചു രക്ഷിച്ചു, തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഭവനത്തിൽ നമുക്ക് ശക്തനായ ഒരു രക്ഷകനെ ഉയർത്തി. അങ്ങനെ തലമുറകളായി, പ്രത്യേകിച്ച് ഇസയാസ് പ്രവാചകൻ്റെ പ്രവചനങ്ങൾ മുതൽ പല തലമുറകൾ കാത്തു നിൽക്കുകയാണ്. പ്രബലനായ ഒരു രക്ഷകൻ, തങ്ങളെ വിമോചിപ്പിക്കുന്നവൻ ഇതാ കടന്നു വരുന്നുവെന്ന്. പക്ഷേ ബെത്ലഹേമിൽ ആ കടിഞ്ഞൂൽ പുത്രന് ജന്മമേകുവാൻ മറിയവും വളർത്തുപിതാവായ യൗസേപ്പും പല സ്ഥലങ്ങളിൽ കയറിയിറങ്ങി സത്രത്തിൽ. എന്നാൽ അവർക്ക് മുറി ലഭിച്ചില്ല. എത്രയോ ഹൃദയസ്പർശിയായ ഒരു വാക്യം. ആ മകനെ ജന്മം കൊടുക്കുവാൻ വേണ്ടി അവർ കണ്ടെത്തിയതോ ഒരു സാധാരണ കാലിത്തൊഴുത്ത്. പക്ഷേ എവിടെ ജനിക്കുന്നു എന്നല്ല, എന്നതിനേക്കാൾ പ്രധാനമായത് ആ രക്ഷകന് ജന്മമെടുക്കുവാൻ വേണ്ടി, ആ രക്ഷകനെ ലോകത്തിലേക്ക് അവതരിപ്പിക്കുവാൻ വേണ്ടി മറിയത്തിൻ്റെ ഹൃദയത്തിലെ ആ ഒരുക്കം. മംഗളവാർത്ത ലഭിച്ച ആ നിമിഷം മുതൽ അവളുടെ ഹൃദയത്തിൽ ഇങ്ങനെ രൂപപ്പെടുത്തിയിരിക്കുന്ന ആ പുത്രൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവം, അതായിരുന്നു മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. അവൾ ഉദരത്തിൽ ഈ ശിശുവിന് ജന്മം കൊടുക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ ഹൃദയത്തിൽ അവന് ഒരിടം കൊടുത്തിരുന്നു. വിശുദ്ധ അഗസ്റ്റിൻ വളരെ അർത്ഥസമ്പുഷ്ടമായിട്ടാണ് ഈ ഒരു കാര്യം വ്യക്തമാക്കുക. അദ്ദേഹത്തിൻ്റെ സെർമൺ 293 ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ദ ഏഞ്ചൽ അനൗൺസസ്, ദ വെർജിൻ ലിസൺസ്, ബിലീവ്സ് ആൻഡ് കൺസീവ്സ് എന്ന്. മാലാഖ വചനം പ്രഘോഷിക്കുന്നു, കന്യക ശ്രവിക്കുകയും വിശ്വസിക്കുകയും ഗർഭം ധരിക്കുകയും ചെയ്യുന്നു. The Virgin Mary first conceived in her heart, and then fruitfulness came to the mother's womb. അങ്ങനെ കന്യകാമേരി തൻ്റെ ഹൃദയത്തിൽ ആദ്യം ആ വചനത്തെ സംഗ്രഹിക്കുകയും അങ്ങനെ അവളുടെ ഉദരത്തിൻ്റെ ഫലമായി ആ വചനത്തെ അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ കൂടുതൽ അർത്ഥസമ്പുഷ്ടമായി മാറണമെങ്കിൽ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ അവനായി ഒരിടം കൊടുക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ ഒക്കെ ഇടങ്ങളിൽ അവന് പ്രത്യേകമായ ഒരു സ്ഥാനം ഉണ്ടാകണം. ഒരുപക്ഷെ ആഡംബരങ്ങളുടെ നടുവിൽ, ആഘോഷങ്ങളുടെ ആരവങ്ങളിൽ ഈ രക്ഷകൻ്റെ സാന്നിധ്യം നാം വിസ്മരിച്ചു പോകാനിടയുണ്ട്. ജ്ഞാനികൾ യേശുവിനെ, രക്ഷകനായ നാഥനെ പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യം കടന്നു ചെന്നത് ഹേറോദേസിൻ്റെ രാജകൊട്ടാരത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം കാണുന്നു, അവർ അവനെ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ്. പക്ഷേ തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് തീർത്തും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അവർക്കുണ്ടാകുക. ഹെറോദസിൻ്റെ ആഡംബരമുള്ള ആ രാജകൊട്ടാരത്തിൽ രക്ഷകനില്ല. നക്ഷത്രം വീണ്ടും അവരെ നയിക്കുക ആ എളിയ കാലിത്തൊഴുത്തിൽ.
അങ്ങനെ ആ കാലിത്തൊഴുത്തിൽ ദിവ്യ ഉണ്ണിയെ അവർ കൺകുളിർക്കെ കാണുകയും ആരാധിക്കുകയും തങ്ങളുടെ തന്നെ ജീവൻ്റെ പ്രതീകമായ കാഴ്ചകൾ പൊന്നും മീറയും കുന്തുരുക്കവും ആ രാജാതിരാജന്, പ്രവാചകന്മാർ പ്രവചിച്ച ആ പുരോഹിതന്, എല്ലാ മരണത്തിൻ്റെയും ഉടയവനായ ഉത്ഥാനത്തിൻ്റെ നാഥനായ യേശുവിന് ആ കാഴ്ചകൾ അവർ സമർപ്പിക്കുന്നു. അവർ ഹൃദയത്തിൽ ആ രക്ഷകൻ്റെ അനുഭവം പേറിക്കൊണ്ട് പുതിയ യാത്ര മറ്റൊരു വഴിയിലൂടെ അവർ ചരിക്കുന്നു. ഈ ക്രിസ്തുമസ് സംഭവത്തെപ്പറ്റി ഒരു സ്കൂളിൽ അവതരിപ്പിച്ച കഥ ഓർത്തുപോവുകയാണ്. അവിടെ ആ സ്കൂളിലെ LP ക്ലാസ്സിലെ, ലോവർ പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾ ഈ ക്രിസ്മസ് സംഭവം ഇങ്ങനെ നാടകം എല്ലാം പഠിച്ച് അഭിനയിക്കുകയാണ്. അങ്ങനെ സ്റ്റേജിൽ എല്ലാ മേക്കപ്പൊക്കെ നടത്തിയിട്ട് യൗസേപ്പിൻ്റെയും മറിയത്തിൻ്റെയും ഒക്കെ വേഷമിട്ട് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ അഭിനയിക്കുകയാണ്. ഒരു പ്രത്യേക സീൻ, മാതാവും യൗസേപ്പും തങ്ങൾക്ക് ഒരു മുറി ലഭിക്കുമോ എന്നന്വേഷിച്ചുകൊണ്ട് ഒരു സത്രത്തിന് മുൻപിൽ വന്ന് അവർ നിൽക്കുകയാണ്. അവർ വന്ന് വാതിലിൽ മുട്ടുന്നു. സത്രം സൂക്ഷിപ്പുകാരനായി അഭിനയിക്കുന്ന ആ ഒരു വിദ്യാർത്ഥി, ആ പിഞ്ചുബാലൻ വാതിൽ തുറന്ന് അവരോട് പറയുന്നു, ഇവിടെ സ്ഥലമില്ല, നിങ്ങൾ പോകുക എന്ന്. അപ്പോൾ വളരെ ദൈന്യതാഭാവം മുഖത്ത് കാണിച്ചുകൊണ്ട് യൗസേപ്പ് പറയുന്നു, എൻ്റെ ഭാര്യ മറിയം ആകെ ക്ഷീണിതയാണ്, പൂർണ്ണ ഗർഭിണിയാണ്, അവൾക്കിനി സഞ്ചരിക്കുവാൻ ഉള്ള ശക്തിയൊന്നുമില്ല, അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം ദയവായി നൽകണം. പക്ഷേ പഠിച്ച ഡയലോഗ് ആ മറ്റേ വിദ്യാർത്ഥി, ആ മറ്റേ ബാലൻ ശക്തമായി പറയുന്നു, ഇവിടെ സ്ഥലമില്ല, നിങ്ങൾ മറ്റെവിടെയെങ്കിലും പോയി അന്വേഷിക്കുക എന്ന്. എന്നിട്ട് ആ വാതിൽ അടക്കാൻ പോകുമ്പോൾ വീണ്ടും യൗസേപ്പിൻ്റെ മുഖത്തേക്ക് ഈ ബാലൻ ഒന്നുകൂടെ നോക്കി. ദൈന്യത നിറഞ്ഞ ഭാവത്തോടുകൂടെ, മുഖത്തോടുകൂടെ ആ യൗസേപ്പ് താടി തടകി കെഞ്ചി അപേക്ഷിക്കുന്നു, ദയവായി ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലം തരണം. ഈ ബാലൻ ആ യൗസേപ്പിൻ്റെ മുഖത്തേക്ക് നോക്കി, തുടർന്ന് മാതാവിൻ്റെയും മുഖത്തേക്ക്, പൂർണ്ണ ഗർഭിണിയായ ആലസ്യത്തോടുകൂടെ ദീർഘയാത്ര ചെയ്ത് വിഷമിച്ച് ക്ഷീണിച്ചിരിക്കുന്ന സ്ത്രീയുടെയും മുഖത്തേക്ക് അങ്ങനെ നോക്കി. വീണ്ടും ആ ബാലൻ പഠിച്ച ഡയലോഗ് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ നിങ്ങൾ ഇവിടെ നിന്നും പോകുക, ഇവിടെ സ്ഥലമില്ല. അങ്ങനെ പറയുമ്പോൾ തന്നെ വീണ്ടും ആ മുഖങ്ങളിലേക്ക് ഈ ബാലൻ നോക്കിയപ്പോൾ അറിയാതെ മനസ്സ് ഇങ്ങനെ നൊന്തു, വിഷമിച്ചു. അവൻ ഉടനെ പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല, വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നാൽ വീട്ടിൽ ഒരു മുറി തരാം എന്ന്. ഏതായാലും ഒരുപക്ഷേ ഇത് ഒരു കഥയാകാം. നമ്മുടെ ഓരോരുത്തരുടെയും മുറികളിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഉൾക്കോണുകളിൽ രക്ഷകനായ ക്രിസ്തുവിന് ജന്മം കൊടുക്കുവാൻ ഇടം കൊടുക്കാനാകണം. ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്തുമസിന്, ഈ തിരുപ്പിറവിക്ക് പൂർണ്ണമായ അർത്ഥവും അതിൻ്റെ വിലയും മൂല്യവുമൊക്കെ കടന്നു വരിക. പ്രസിദ്ധമായ ഒരു കവിത ഇപ്രകാരമാണ്: Though Christ 1,000 times in Bethlehem be born, if he is not born in thee, thy soul is still forlorn. 1000 വട്ടം ക്രിസ്തു കാലിത്തൊഴുത്തിൽ ബെത്ലഹേമിൽ ജനിച്ചാലും നിന്നിൽ പിറന്നില്ലെങ്കിൽ നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടിരിക്കും. Though Christ 1,000 times in Bethlehem be born, if he is not born in thee, thy soul still forlorn. ആ കവിതയുടെ രണ്ടാം ഭാഗവും ശ്രദ്ധേയമാണ്. The cross on Golgotha will never save thy soul. The cross in thine own heart alone can make thee whole. അതായത് കാൽവരിയിലെ കുരിശിന്
നിന്നെ രക്ഷിക്കാനാവില്ല. നിന്നെ പരിപൂർണനാക്കാൻ സാധിക്കുക നിൻ്റെ ഹൃദയത്തിലെ ഈ കുരിശു മാത്രം. ക്രിസ്തു നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, ജീവിതങ്ങളിൽ പിറവിയെടുക്കണം. അപ്രകാരം വന്ന് പിറന്നാൽ മാത്രമാണ്, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നാൽ മാത്രമാണ് യഥാർത്ഥത്തിൽ തിരുപ്പിറവിയുടെ വലിയ അനുഗ്രഹവും കൃപാവരവുമൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. 2016 ഡിസംബർ 23 വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പ അവിടെയുള്ള ജോലിക്കാരും മറ്റുള്ള വ്യക്തികളുമൊക്കെയായി ക്രിസ്മസ് ആഘോഷം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞ വചനങ്ങൾ വളരെയേറെ ശ്രദ്ധേയമാണ്. ഫ്രാൻസിസ് പാപ്പ അവരോട് പങ്കുവച്ചത് ഇപ്രകാരമാണ്: സമ്മാനങ്ങളുടെ മഹോത്സവമാണ് ക്രിസ്മസ്. നാം ക്രിസ്മസ് സമ്മാനങ്ങൾ ഒരുക്കുന്നു, കൊടുക്കുന്നു, സ്വീകരിക്കുന്നു. എന്നാൽ ക്രിസ്തുമസിൻ്റെ യഥാർത്ഥമായ സമ്മാനം ക്രിസ്തുവാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ രക്ഷകനെ സമ്മാനിച്ചതിൻ്റെ ഓർമ്മയും ഉത്സവവുമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസിൻ്റെ അന്യോന്യമായ സമ്മാനം ക്രിസ്തുവാണെന്ന കാര്യം നാം മറന്നു പോകരുത്. പലപ്പോഴും ആഘോഷത്തിൻ്റെ തിമിർപ്പിൽ, ആരവങ്ങളിൽ നാം യഥാർത്ഥമായ ക്രിസ്തുമസിൻ്റെ സമ്മാനം മറന്നു പോകാറുണ്ട്. ക്രിസ്തു എന്ന ആ സമ്മാനമാണ് ഞാൻ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടതും. ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് മറ്റുള്ളവരിലേക്ക് പകരേണ്ടതും. അതാണ് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ ആ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കുവച്ചത്. ബെനഡിക്ട് 16 പാപ്പ പങ്കുവയ്ക്കുന്നതും വളരെയേറെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി നിലകൊള്ളുമെന്നുള്ള ആ വചനഭാഗം ഉദ്ധരിച്ചുകൊണ്ട് പറയുക, ദ സോയിൽ മസ്റ്റ് ബി അറ്റ് ദ സർവീസ് ഓഫ് ദ സീഡ്. അതായത് വിത്തിൻ്റെ വളരുവാൻ, അത് വിസ്ഫോടനം ചെയ്ത് വളർന്നു വരുവാൻ വേണ്ടിയുള്ള അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കണം മണ്ണിനുണ്ടാകേണ്ടത്. വിത്തിൻ്റെ വളർച്ചയ്ക്കായി മണ്ണ് തയ്യാറാകണം. The soil must be at the service of the seed. It must contain it. ഈ മണ്ണ് ആ വിത്തിനെ ഉൾക്കൊള്ളണം. The grain of wheat does not remain alone. ഗോതമ്പ് അഴിയാതെ നിൽക്കാൻ പാടില്ല. To be fruitful, it must include the maternal mystery of the soil. മാതൃസഹജമായ മണ്ണിൻ്റെ ആ മാതൃരഹസ്യം മണ്ണിൻ്റെ ഭാഗമായി മാറുമ്പോഴാണ് അത് ഫലദായകമായി മാറുക. നമ്മുടെയും ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന ആ വചനം ഹൃദയത്തിൻ്റെ ഭാഗമാകുകയും അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ അത് ഫലദായകമായി പരിപോഷിപ്പിച്ചെടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വചനം മാംസമായി എന്നുള്ളതിൻ്റെ അർത്ഥം ജീവിതത്തിലേക്ക് കടന്നു വരിക. വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. ആ വചനമാകുന്ന വിത്ത് പൊട്ടിമുളക്കുകയും അനേകം ശതമാനം ഫലം പുറപ്പെടുവിക്കുകയും വേണം. 100 മേനിയും 60 മേനിയും ഒക്കെ ഫലം നൽകണം. അപ്പോഴാണ് ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ മാംസമായി മാറിയതിൻ്റെ അർത്ഥം സമ്പൂർണ്ണമാകുക. ചുരുക്കത്തിൽ ദൈവവചനത്തിൻ്റെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ എന്നും ഫലദായകമായി മാറണം. അതിനുവേണ്ടിയാണ് ദൈവം തൻ്റെ സുതനെ മണ്ണിലേക്ക് അയച്ചതും അവിടുത്തെ അരുമസുതനായ ക്രിസ്തു മാനുഷിക രൂപമെടുത്തതും. ലൂയിസ് കാസൽസ് എന്ന് പറയുന്ന വിഖ്യാതനായ ഒരു എഴുത്തുകാരൻ ദ പാരബിൾ ഓഫ് ക്രിസ്മസ് എന്ന ക്രിസ്മസിൻ്റെ ഉപമ എന്നൊരു ലേഖനം എഴുതിയിട്ടുള്ളതും അതിൽ വളരെ രസാവഹമായി ഈ ക്രിസ്മസിൻ്റെ രഹസ്യം വിവരിക്കുന്നതും
അർത്ഥപൂർണമാണ്. ഇത് ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നടക്കുന്നു. ആ കുടുംബനാഥനോട് ഭാര്യയും വന്ന് പറയുന്നു, നമുക്കിന്ന് പാതിരാ കുർബാനയ്ക്ക് ക്രിസ്മസ് ആഘോഷത്തിന് ഇടവക പള്ളിയിൽ പോകാം. എന്നാൽ അത്രയധികം വിശ്വാസിയല്ലാതിരുന്ന ആ മനുഷ്യൻ പറയുന്നു, നിങ്ങൾ പോയിക്കൊള്ളുക, മക്കളും നീയും പള്ളിയിൽ പോകുക, ഞാൻ ഇവിടെ ഇരുന്നോളാം, കാരണം ഈ ആഘോഷത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമില്ലെന്ന് നിനക്കറിയാമല്ലോ. അങ്ങനെ കുടുംബനാഥൻ്റെ ആ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് ഗൃഹനായികയും മക്കളും ഒരുമിച്ച് കാറിൽ ഇടവക പള്ളിയിലേക്ക് പോകുമ്പോൾ ഈ മനുഷ്യൻ ഇങ്ങനെ വായിക്കുവാൻ തുടങ്ങി. അങ്ങകലെ ഇടവക പള്ളിയിൽ നിന്ന് ആ മണിനാദം ശ്രവിക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ജനലിൻ്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ മഞ്ഞ് വീഴുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചത്. അടച്ചിട്ടിരുന്ന ആ ജനൽ ചില്ലിലൂടെ ഇദ്ദേഹം ശ്രദ്ധിച്ചു ഈ മഞ്ഞ് പെയ്യുന്നതെല്ലാം. അങ്ങനെ വന്ന് വീണ്ടും വായനയിൽ മുഴുകിയപ്പോഴാണ് ആരോ ഈ കതകിൽ, ഈ ജനൽപ്പാളികളിൽ വന്ന് മുട്ടുന്നത് പോലെ തോന്നിയത്. ആരെങ്കിലും മഞ്ഞിൻ്റെ പന്ത് ഈ വീട്ടിലേക്ക് എറിഞ്ഞതായിരിക്കാം, ഏതെങ്കിലും കുട്ടികൾ തമാശ രൂപത്തിൽ അപ്രകാരം ചെയ്തതായിരിക്കാം എന്ന് അദ്ദേഹം കരുതി. അങ്ങനെ ഇരുന്ന് വീണ്ടും വായനയിൽ മുഴുകിയപ്പോൾ വീണ്ടും മുട്ടുന്നത് പോലെ തോന്നി. അദ്ദേഹം പോയി ശ്രദ്ധിച്ചപ്പോൾ ഈ കൊടും തണുപ്പിൽ, ഈ മഞ്ഞു പെയ്യുന്ന രാവിൽ പക്ഷികൾ, അങ്ങനെ മരങ്ങളിൽ ചേക്കേറിയ പക്ഷികൾക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ചൂടന്വേഷിച്ച് വിളക്ക് കണ്ട സ്ഥലത്തേക്ക് ഈ പക്ഷികൾ പറന്നു വന്നതാണ്. അത് പക്ഷികൾ വന്ന് ഈ വിളക്കുള്ള സ്ഥലത്ത് ചൂടുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ വന്ന് ആ ചില്ലിൽ വന്ന് ഇടിച്ച് അകലുന്നതും അദ്ദേഹം പോയി ശ്രദ്ധിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, താഴെ കാറിൻ്റെ ആ പാർക്കിംഗ് പ്ലേസിൽ അതിൻ്റെ വലിയ കതകുകൾ തുറന്നിട്ടാൽ ഒരുപക്ഷെ ഈ പക്ഷികൾക്ക് അകത്തു വന്ന് അവിടെയുള്ള ചൂടിൽ വന്ന് വിശ്രമിക്കാനാകും എന്ന് ചിന്തിച്ചു. അങ്ങനെ ഈ മനുഷ്യൻ ഈ മുകളിലത്തെ നിലയിൽ നിന്ന് സാവധാനം താഴെ ഇറങ്ങി ബേസ്മെൻറ്റിലേക്ക് ചെന്ന് ഈ കാറിൻ്റെ പാർക്കിംഗ് പ്ലേസിലുള്ള ആ വലിയ വാതിലുകൾ തുറന്നിട്ടു. പക്ഷേ ഈ പക്ഷികൾ അകത്തേക്ക് പ്രവേശിക്കുവാൻ ഒരുമ്പെട്ടില്ല. അവെല്ലാം അടുത്തുള്ള ആ വൃക്ഷച്ചെല്ലുകളിൽ പോയിരിക്കുന്നതും പറന്നു നടക്കുന്നതും അദ്ദേഹം ശ്രദ്ധിച്ചു. അദ്ദേഹം മുകളിൽ പോയി അല്പം ധാന്യമണികൾ കൊണ്ടുവന്ന് അവിടെ വിതറിയിട്ടു. ഒരുപക്ഷെ ഈ ധാന്യമണികൾ അതിനെ ആകർഷിക്കും എന്ന് കരുതിക്കൊണ്ട്. പക്ഷേ ആ പക്ഷികൾ അദ്ദേഹത്തെ ഗൗനിക്കുന്നില്ല. അപ്പോഴാണ് വീണ്ടും അങ്ങകലെ പള്ളിമണിയിൽ നിന്നുള്ള ആ മണിനാദം അയാൾ ശ്രവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പോയ ഒരു ചിന്ത, ഈ പക്ഷികൾ തൻ്റെ അടുത്തേക്ക് വരാത്തത്, തൻ്റെ ഈ ധാന്യങ്ങളിട്ട് ആകർഷിച്ചതും ഈ വാതിൽ തുറന്ന് ആ ചൂടുള്ള സ്ഥലത്തേക്ക് ക്ഷണിച്ചതുമൊന്നും അവർ ഗൗനിക്കാതിരുന്നത് ഒരുപക്ഷേ താൻ ആ പക്ഷിയുടെ രൂപം തനിക്കില്ലാത്തത് കൊണ്ടാണ്. തങ്ങളുടെ ഒരു സ്വഭാവത്തിലേക്ക് ആ ക്ഷണം ഒന്നും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാകാം. പക്ഷേ ദൈവമായ ക്രിസ്തു മാനുഷിക രൂപം സ്വീകരിച്ചതും അങ്ങനെ മനുഷ്യനായി പിറന്നതും തങ്ങളുടെ ജീവിതം എല്ലാ മനുഷ്യരെയും ആ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ആയിരിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത. ഇതാണ് ലൂയിസ് ഗൈൽസ് പറയുന്ന ഈ ഒരു ഉപമ, ക്രിസ്തുമസിൻ്റെ ഉപമ. ക്രിസ്തു മാംസരൂപമെടുത്തത്, ദൈവം മനുഷ്യനായി പിറന്നത്, നമ്മെപ്പോലെ ആയത്, നമ്മെ ഓരോരുത്തരെയും ആ ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ആ ദൈവം വന്ന് പിറവിയെടുക്കണം. അങ്ങനെ നമ്മുടെയും ജീവിതം ആ വചനത്തിൻ്റെ മേന്മയിലേക്ക്, മഹത്വത്തിലേക്ക് ഉയർന്നു വരണം. അപ്പോഴാണ് ഈ ക്രിസ്തുമസ് ആഘോഷം, ഈ തിരുപ്പിറവിയുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെയും ഭാഗമായി മാറുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ,
അങ്ങയുടെ പ്രിയപുത്രനായ യേശു ഈ മണ്ണിലേക്ക് മനുഷ്യരൂപമെടുത്തത്, ഒരു ദിവ്യശിശുവായി പിറന്നത്, ഞങ്ങളെ ഓരോരുത്തരെയും ഈ മണ്ണിലെ മനുഷ്യനെ വിണ്ണിൻ്റെ മഹത്വത്തിലേക്ക് ഉയർത്തുവാനാണല്ലോ. ആ യേശുവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും അനുഭവിക്കുവാൻ, ആ വചനമാകുന്ന യേശു ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങനെ ആ വചനം വെച്ച് നൽകുന്ന സ്നേഹവും സാന്ത്വനവും കാരുണ്യവുമെല്ലാം ഞങ്ങളും ജീവിച്ച് അതിൻ്റെ ഭാഗമായി മാറുവാൻ വരമേകണമേ. ക്രിസ്തു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് പിറവിയെടുക്കുവാൻ വേണ്ട വരം ഞങ്ങൾക്ക് തരയണമേ. അതിനായി ഞങ്ങളുടെ ഹൃദയ മാനസങ്ങളെ, ഞങ്ങളുടെ ജീവിതത്തെ പിതാവായ ദൈവമേ ഒരുക്കണമേ. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുമസിൻ്റെ അവസരം വെറും സമ്മാനങ്ങൾ കൈമാറുന്നതിനും സ്വീകരിക്കുന്നതിനും മാത്രമുള്ള അവസരത്തേക്കാൾ കൂടുതൽ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, ക്രിസ്തുവിൻ്റെ ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്ന അനുഗ്രഹപൂർണമായ ഒരു ക്രിസ്തുമസ് ആഘോഷമാകട്ടെ. അപ്പോൾ നമ്മുടെ ക്രിസ്തുമസ് ആഘോഷം ജീവിതത്തെ സ്പർശിക്കും, ജീവിതത്തിന് സന്തോഷം നൽകും, സമാധാനവും ശാന്തിയും നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കും. അപ്രകാരം ശാന്തി നിറയുന്ന, സന്തോഷം കിനിയുന്ന, പരസ്പരം സ്നേഹവും സൗഹാർദ്ദതയും സാന്ത്വനവും പങ്കുവയ്ക്കുന്ന അനുഗ്രഹീതമായ ഒരു ക്രിസ്തുമസ് ആകട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും തിരുപ്പിറവിയുടെ മംഗളങ്ങൾ സ്നേഹമോടെ നേരുന്നു. ദൈവം നമ്മെ, രക്ഷകനായ ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ.